ഹലോ ഹായ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പൊങ്കാല ഇടാൻ പോണേക്കാം. ട്രെയിൻ കിട്ടിയില്ല, ഈവനിങ്ങിലാണ് നമ്മൾ പോയത്, കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ നമ്മൾ അവിടെ എത്തി. രാവിലെ 2 മണിക്കാണ് എത്തി. രാവിലെ 2 മണിക്ക് എത്തി. 4 മണിക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് പത്മനാഭ സ്വാമീൻ്റെ അവിടെ തൊഴാൻ പോയി. റൂം എടുത്തിട്ട് തൊഴാൻ പോയി. അങ്ങനെ പത്മനാഭ സ്വാമീൻ്റെ അവിടെ തൊഴുതു. അവിടെ നന്നായിട്ട് തൊഴാൻ പറ്റി, തൊഴുതു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അടുത്തുള്ള ടെമ്പിൾസിലൊക്കെ തൊഴുതു. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടായി, അവിടെ പോയി നന്നായിട്ട് തൊഴുതു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആറ്റുകാലിൽ നമ്മൾ ഈവനിങ്ങിൽ 11-ാം തീയതി ഈവനിങ്ങിൽ തന്നെ നമ്മളെത്തി. അങ്ങനെ നമ്മളിവിടെ 10-ാം തീയതി ഈവനിങ്ങിലാണ് ഇവിടെ നിന്ന് പോയത്. 2 മണിക്ക് എത്തി. അങ്ങനെ 11-ാം തീയതി നമ്മൾ രാത്രിയല്ല ഈവനിങ്ങിൽ നമ്മൾ ആറ്റുകാലിലും എത്തി. അവിടെ അങ്ങനെ സ്പേസ് കിട്ടി. സ്റ്റേജിൻ്റെ താഴത്ത് തന്നെയാണ് നമുക്ക് സ്പേസ് കിട്ടിയത്. കുട്ടികൾക്കും എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ എന്നാലും രാത്രിയാകുമ്പോൾ നമുക്കൊരു പ്രശ്നമാണ്. എന്തായാലും നമുക്കവിടെ ഉറക്കം ഉണ്ടാവില്ലല്ലോ. കുട്ടികളൊക്കെ മടിയിലൊക്കെ വെച്ച് നമ്മളെങ്ങനെയെങ്കിലൊക്കെ ഈ ഒച്ചയിൽ ഒക്കെ നമ്മളെങ്ങനെയെങ്കിലൊക്കെ കിടത്തി ഉറക്കി. രാത്രി നമുക്ക് 2-3 ദിവസമായിട്ട് ഉറക്കമുണ്ടായിരുന്നില്ല. പിന്നെ ദേവീൻ്റെ അവിടെ നന്നായിട്ട് തൊഴാൻ പറ്റി. അതൊക്കെയാണല്ലോ വലിയ കാര്യം. ഉറങ്ങാനല്ലല്ലോ നമ്മളവിടെ പോയിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും അവിടെ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആറ്റുകാല് പൊങ്കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടു. ദേവീനെ നന്നായിട്ട് തൊഴാൻ പറ്റി. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെക്കന്മാരെ കൊണ്ട് നമുക്ക് ഒരു രക്ഷ ഉണ്ടായില്ല. അവിടെ ചെക്കന്മാരൊന്നും പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം മുട്ടിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിന് വേണ്ടി തന്നെ ഗ്യാങ്ങുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തൊഴാൻ വേണ്ടി തന്നെയായിട്ട് ഇങ്ങനെ കുരിയും മുട്ടിയും ഉറുമ്പിയും അതൊക്കെ ഒരു വല്ലാത്തൊരു പ്രശ്നം കൊണ്ട് തന്നെ ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു പോകുമ്പോൾ അടുത്ത വർഷം ഉണ്ടായ നല്ല കാര്യം. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് നടന്നു.